അഡ്വക്കേറ്റ് വി ആർ അനൂപ്, ഇവിടെ കുറ്റക്കാരനല്ല കുറ്റാരോപിതൻ എന്നാണ് എം വി ഗോവിന്ദൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. സാങ്കേതികമായാണെങ്കിലും അത് ശരിയാണ്. അറസ്റ്റ് ഉണ്ടായി, കേസ് കോടതിയിൽ വരണം, ട്രയൽ കഴിയണം, കുറ്റക്കാരനെന്ന് കണ്ടെത്തണം. കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ പാർട്ടി നടപടി ഉണ്ടാകുമെന്ന് CPM പ്രതിനിധിയുടെ ഉറപ്പാണ്. ശ്രീ വി ആർ അനൂപ്. ഹാഷ്മി, ഒരു നിമിഷം ഈ ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ എനിക്ക് ഈ ചർച്ചയുടെ വിഷയം മാറിപ്പോയി എന്ന് തോന്നി. ഈ ചർച്ചയ്ക്ക് വരുമ്പോൾ നിങ്ങളുടെ പ്രതിനിധി എന്നെ അറിയിച്ചത് CPM നേതാവിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട. പക്ഷെ CPM പ്രതിനിധി പറയുന്നത് അങ്ങേയറ്റം അഭിമാനകരമായൊരു മുഹൂർത്തമാണ് എന്നാണ്. എന്തിനാണ് ഇത്ര വലിയ അഭിമാനം തോന്നുന്നത്? ഇവർ ഈ സംഭവങ്ങളുടെ തുടക്കത്തിൽ എന്താ പറഞ്ഞത്? ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ്, കമ്മ്യൂണിസ്റ്റുകാർക്ക് കക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ ആളുകളല്ലേ. പിന്നീട് ഒരു പടി അന്വേഷണം മുന്നോട്ട് പോയപ്പോൾ ഇവരെന്താ പറഞ്ഞത്? ഇതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റ് ആയതുകൊണ്ടാണ് ഈ കളവിൽ അന്വേഷണം വരുന്നത്, അതുകൊണ്ടാണ് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. പച്ച നുണയല്ലേ ഇവർ പറയുന്നത്? എന്താ യാഥാർത്ഥ്യം? ഈ അന്വേഷണത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റിന് എന്തെങ്കിലും റോൾ ഉണ്ടോ? കോടതിയുടെ പ്രത്യേക മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്ന അന്വേഷണമാണെന്നേ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരായ ദിശയിൽ അന്വേഷണം നടത്തുന്നതെന്നും പറഞ്ഞ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കല്ലേ. നിവൃത്തികേട് കൊണ്ട് പിടിക്കപ്പെടുന്നതാ. കോടതിയുടെ നിർദ്ദേശാനുസരണം നടക്കുന്ന അന്വേഷണത്തിന്റെ ഭാഗമായി ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ഈ പറയുന്ന പത്മകുമാറിലേക്ക് അന്വേഷണം എത്തി. ഈ അന്വേഷണത്തിന്റെ ഓരോ ഘട്ടത്തിലും ഇവർ പ്രതികരിച്ചത് നമ്മൾ കേട്ടതല്ലേ. ആദ്യം പറഞ്ഞത് എന്താ? ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് കുറ്റക്കാരൻ. അപ്പോൾ ഞങ്ങളെടുത്തൊരു നിലപാടുണ്ട്, ഇത് കേവലം ഒരു ഉണ്ണികൃഷ്ണ പോറ്റിയിൽ ഒതുങ്ങുന്ന ഒന്നല്ലെന്നേ. ഇതിന് പിന്നിൽ ഉന്നതമായ ഉദ്യോഗസ്ഥ വൃന്ദമുണ്ട്, അവരെ നയിക്കുന്ന ഭരണ നേതൃത്വമുണ്ട്. ഉന്നതമായ ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുമ്പോൾ വാസു, അദ്ദേഹം ദേവസ്വം കമ്മീഷണറായിരുന്നു. അദ്ദേഹം ഒരു ദേവസ്വം കമ്മീഷണർ മാത്രമല്ലല്ലോ, CPMന്റെ പഞ്ചായത്ത് പ്രസിഡന്റായി മത്സരിച്ച ആളാ. സാങ്കേതികത്വത്തിന് വേണ്ടി വേണമെങ്കിൽ സമ്മതിക്കാം, അദ്ദേഹം CPMുമായി ബന്ധമുള്ള ആളല്ല, ഉദ്യോഗസ്ഥരാണെന്ന് സമ്മതിക്കാം. ഇപ്പോൾ ഈ പത്മകുമാറിന്റെ കാര്യത്തിൽ അത് പറയാൻ പറ്റുമോ ഹാഷ്മി? പത്മകുമാർ എന്ന് പറഞ്ഞാൽ പാർട്ടിയാ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആണ്. പത്മകുമാർ പാർട്ടിയാണെന്ന് മാത്രമല്ല, പാർട്ടിയിൽ എല്ലാ കാലത്തും പിണറായിയുടെ പക്ഷത്തിന്റെ പ്രതിനിധിയായിരുന്ന ആളാ. ഹാഷ്മി പത്തനംതിട്ടക്കാരനല്ലേ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചരിത്രം അറിയുന്ന ആളല്ലേ. ഇങ്ങനെ പിണറായിയുടെ ഏറ്റവും അടുത്തൊരായ ആള് അഴിമതി ചെയ്ത് കൈയോടെ പിടിക്കപ്പെട്ടു, ഒരു നിവൃത്തിയുമില്ലാതെ പിടിക്കപ്പെട്ടപ്പോ പിന്നെ ഇവിടെ വന്ന് ഞങ്ങൾ എന്തോ മഹനീയ കൃത്യം നടത്തി, ഒരു ഗറില്ല ആക്രമണം നടത്തി, പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത കാര്യം പറയുന്ന പോലെ പറയുന്നത് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരിലെ കക്കില്ലെന്ന്. നിങ്ങൾ കള്ളന്മാരാണെന്നേ, നിങ്ങൾ കള്ളന്മാരാണ്. കളവ് മുതൽ കൈയോടെ പിടിക്കപ്പെട്ടു, ഒരു നിവൃത്തിയും ഇല്ലാതെ. എന്നിട്ട് സാങ്കേതികത്വം പറയാണ് നിങ്ങളുടെ സെക്രട്ടറി. എന്താ പറയുന്നത്? നിങ്ങളുടെ സെക്രട്ടറി പറയുന്നത് കുറ്റാരോപിതനാണെന്നാ. ഇവിടെ എല്ലാ കേസിലും ഏതൊരാൾ കുറ്റം ചെയ്താലും പറയുന്ന ഒരു സാങ്കേതികത്വം മാത്രമാണ് കുറ്റാരോപിതനെന്ന്. അത് പറഞ്ഞ് നിങ്ങൾ നിന്നോ? നിങ്ങൾ ഇപ്പോഴും പത്മകുമാറിനെ ന്യായീകരിച്ചോ? നിങ്ങൾ ന്യായീകരിക്കണം എന്നാ ഞങ്ങളുടെ ആഗ്രഹം.